സത്യം പറഞ്ഞാൽ ഇപ്പം രാത്രി ഉറങ്ങാറേ ഇല്ല കേട്ടോ. പക്ഷെ നേരം വെളുക്കുമ്പോൾ പുറത്ത് ഇത്ര ഭംഗിയുള്ള കാഴ്ചകളുണ്ട് എന്നുള്ളത് ഇന്ന് ഡ്രസ്സ് തോരടാൻ കയറിയപ്പോഴാണ് അറിഞ്ഞത് കേട്ടോ. ഉപ്പ രാവിലെ തന്നെ കന്നാളൊക്കെ കഴുകുന്ന തിരക്കിലാട്ടോ. ചോറങ്ങോട്ട് തീമിച്ചിട്ടാണ് ബാക്കിയുള്ള എല്ലാ പരിപാടിക്കും തിരിയൽ കേട്ടോ. പിന്നെ നല്ല നൂലപ്പം കറിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ചെറിയപ്പം പൊന്നൊക്കെ എണീക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ആ സമയത്ത് സോണിയാണ് കുട്ടീനെ മാനേജ് ചെയ്യുന്നത്. അപ്പോഴേക്കും ഫിനി അവൾക്കുള്ള ഫുഡൊക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. ലഞ്ച് ബോക്സും സെറ്റ് ആക്കിയിട്ടുണ്ട്. സമയത്ത് ബാക്കി ഉണ്ടായിരുന്ന റംബുട്ടാനെ ഇക്കാക്കി അപ്പൂസും പറിക്കാട്ടോ. പിന്നെ പെറുക്കി കൊടുന്ന കുടമ്പുളിയൊക്കെ ഒന്ന് ഉണക്കാനും ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് കണ്ടോ, ഉപ്പാൻ്റെ ബെഡിൽ എപ്പോഴും ഇവരെ പരിപാടി ഇതാ. ഉറുമ്പും എന്തൊക്കെ സാധനം പിന്നെ അതിലുണ്ടാവുകയെന്ന് പറയാൻ പറ്റൂല. മിഠായിയൊക്കെ കൊടുന്ന് കഴിക്കുകയും അപ്പോൾ അവൻ്റെ കൂടെ പോയിട്ട് അപ്പൂസ് നിസ്കരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈവനിങ്ങിൽ ഇക്ക വന്നപ്പോൾ എന്നോട് പറഞ്ഞാൽ നമുക്കൊന്ന് പുറത്ത് പോയാലോ, എനിക്ക് കുറച്ച് സാധനം വാങ്ങിക്കാനും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഇക്കാൻ്റെ താടിയിൽ നിരച്ച മുടിയൊക്കെ കണ്ടത് കേട്ടോ. എന്നോട് പറഞ്ഞാൽ നിരച്ചിട്ടൊന്നുമില്ല, ഇജ്ജ് വെറുതെ പറയണമെന്നൊക്കെ പറഞ്ഞു. പറിച്ച് കാണിച്ചു കൊടുത്തപ്പോൾ പിന്നെ അധികം ഡയലോഗൊന്നും അടിക്കണില്ല കേട്ടോ. അങ്ങനെ റെഡിയായി. ഞങ്ങളെപ്പോഴോ റെഡി ആയിരുന്നു, അപ്പൂസിനെ പിടിച്ചിട്ട് കിട്ടണില്ലായിരുന്നു കേട്ടോ. ഒരുവിധം സെറ്റാക്കിയതാ വണ്ടൂർ പോവാണ്. കാര്യമായിട്ടൊന്നിനുമില്ല, നമുക്ക് കുട്ടിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണം, പിന്നെ അതേപോലെ എനിക്കും കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വണ്ടൂർ ബൈപ്പാസിലുള്ളൊരു കടയിലാണ് പോയത്. ഞാൻ വിചാരിച്ച എല്ലാ സാധനമൊന്നും കിട്ടിയില്ല, കിട്ടിയത് എടുത്ത് പോന്നു കേട്ടോ. അപ്പൂസ് അവിടെ കയറി എന്തായാലും ജഗപ്പൊകയാക്കുമെന്ന് അറിയായിരുന്നു, എന്നാലൊരു വിധത്തിൽ കൊണ്ടുപോകുന്നു കേട്ടോ. പിന്നെ കുറച്ച് നട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കണ്ടായിരുന്നു. അപ്പൂസ് ആ ഗ്ലാസ്സിൽ കൂടെ മിഠായി കണ്ട ഒരു ആവേശമാണ് ഈ കാണുന്നത് കേട്ടോ. നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ അവിടെ നിന്ന് വാങ്ങി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ ഈ ഒരു കട കേട്ടോ. അതിൻ്റെ ഓണറാണ് തോന്നുന്നത് ഇയാൾ. ഇവരെ സർവീസും അതേപോലെ തന്നെ ഐറ്റംസിൻ്റെ ക്വാളിറ്റിയും ഭയങ്കര സംഭവമാണ്. ഒന്നുമില്ല, സർവീസ് തന്നെ, അതിൻ്റെ അപ്പുറം ഒന്നും പറയല്ല. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാനൊക്കെ കയറി കേട്ടോ. ചില്ലീസൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോരുകയാണ്. മഴ ഇങ്ങനെ ചാറിയിട്ടും പെയ്തിട്ടൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. വീട്ടിൽ നിന്ന് അനി വരുന്നുണ്ട്, അപ്പോൾ അധികം വൈകണ്ടെന്ന് വിചാരിച്ച് പെട്ടെന്ന് പോകുന്നത് കേട്ടോ. അങ്ങനെ അനി എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് കൂടുതൽ വിശേഷങ്ങളായിട്ട് നാളെ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.